PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ VFAയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു, കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇനി 10th പ്രിലിംസ് കഴിഞ്ഞാൽ ഉടനെ VFAയുടെ എക്സാമിന് എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ടൈം ടേബിൾ ഒക്കെ നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നും ഒക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു തുടങ്ങുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ LDയുടെ ഏകദേശം അതേ സിലബസ് തന്നെയാണ് VFAയുടെയും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ ദിവസം ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നും എത്ര മാർക്കിൻ്റെതാണെന്നും ഒക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച നമ്മൾ പഠിക്കാൻ തുടങ്ങുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം. ഞാൻ ഇവിടെ തിങ്കളെന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനം ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ എഴുതിയെടുക്കുക. അപ്പോൾ തിങ്കളാഴ്ച നമ്മൾ ചരിത്രം പഠിക്കുക. അതായത് ചരിത്രമാണ് പിന്നെ കുറച്ചുകൂടെ നമുക്ക് ഒരു പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചരിത്രത്തിൽ നിന്ന് തുടങ്ങുകയായിരിക്കും നല്ലത്. പിന്നെ അപ്പോൾ പിന്നെ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് പറയാം. നമുക്ക് തിങ്കളാഴ്ച ചരിത്രം, അത് കേരളം, ഇന്ത്യ, ലോകം. മനസ്സിലായില്ലേ? അത് 5 മാർക്കിൻ്റെതാണ്. അത് കേരള ചരിത്രമുണ്ട്, ഇന്ത്യ ചരിത്രമുണ്ട്, ലോക ചരിത്രമുണ്ട്. ഞാനിത് മൂന്നും കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ മൂന്നിലും ഒരുപോലെ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് മൂന്ന് ചരിത്രങ്ങളും നമ്മൾ ഏകദേശം ഒരു സമയം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം എവിടെ നിന്നൊക്കെയും ചേർക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശമൊക്കെ ചില ഡേറ്റുകളൊക്കെ ഏകദേശം നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് മൂന്നും ഒരേ ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അന്ന് തന്നെ നമ്മൾ ഫസ്റ്റ് ഓരോ 2-3 ദിവസം 2-3 സബ്ജക്റ്റുകൾ മാത്രം പഠിക്കുക. എല്ലാ സബ്ജക്റ്റുകളും കൂടെ ഒരു ദിവസം ഉൾപ്പെടുത്താതിരിക്കുക. മനസ്സിലായില്ലേ? കുറെ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിക്സ് പഠിക്കുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മളപ്പോൾ ഒരുപാട് വേറെ കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ മൊത്തം തീരത്തുമില്ല. ഇതൊക്കെയാണെങ്കിൽ ഓരോ ദിവസവും പഠിച്ചു പോയാലും നമുക്കത് പെട്ടെന്ന് തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഒരു 2-3 സബ്ജക്റ്റിൽ കൂടുതൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. LDയുടെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് തിങ്കളാഴ്ച ചരിത്രം പഠിക്കുക, കേരളം, ഇന്ത്യ, ലോകം. അതിന്റെ കൂടെ തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കിന്റെയാണ്. പിന്നെ അന്ന് എല്ലാ ദിവസവും CA കറണ്ട് അഫയേഴ്സ് അതേ ദിവസം തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. പിന്നെ മനസ്സിലായല്ലോ? അപ്പോൾ ഇത് 5 മാർക്കിൻ്റെതും ഇത് 3 മാർക്കിൻ്റെതുമാണ്. അടുത്തത് പിന്നെ ചൊവ്വാഴ്ച ഭൂമിശാസ്ത്രം പഠിക്കുക, കേരളം, ഇന്ത്യ, ലോകം. ഞാൻ പറഞ്ഞല്ലോ, മൂന്നും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് 3 പിന്നെ ജോഗ്രഫികൾ ഒരുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് 5 മാർക്കിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഓരോ മാർക്കിന്റെ ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടന, അന്ന് തന്നെ ഇന്ത്യൻ ഭരണഘടന പഠിക്കാം, 5 മാർക്കിൻ്റെതാണ്. പിന്നെ ബുധനാഴ്ച ധനതത്വശാസ്ത്രം, അതും 5 മാർക്കിൻ്റെയാണ്. കേരളം, ഭരണം, ഭരണ സംവിധാനം, കമ്മീഷനുകൾ. മനസ്സിലായല്ലോ? അതും 5 മാർക്കിൻ്റെതാണ്. പിന്നെ ബുധനാഴ്ച തന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് 10 മാർക്കിനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇംഗ്ലീഷും മാത്സും മലയാളവും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അത് 3ഉം കൂടെ 30 മാർക്കിൻ്റെ തന്നെ വരും. അപ്പോൾ നമ്മൾ PYQ സെക്ഷനൊക്കെ കുറച്ച് കൂടുതൽ കണ്ട് പഠിക്കും. ഇപ്പോഴേ പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഒരു 50-നുള്ളിൽ നമുക്ക് റാങ്ക് നേടാൻ സാധിക്കും. അപ്പൊ ഇത് നോക്ക്, തിങ്കളാഴ്ച 2 ദിവസമേ ഉള്ളൂ, ചൊവ്വാഴ്ച 2 ദിവസമേ ഉള്ളൂ. പക്ഷെ 3ാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലും 3ാമത്തെ ദിവസം 3 വിഷയങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് എക്കണോമിക്സ്, കേരളം, ഭരണ സംവിധാനം, അതൊക്കെ കമ്മീഷനുകളാണ് അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഭരണ സംവിധാനം. ഇംഗ്ലീഷ് 10 മാർക്കിൻ്റെതാണ്. വ്യാഴാഴ്ച പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3 ദിവസമായി റിവിഷൻ ചെയ്യണം. ഈ 3 സബ്ജക്ട്സുകളും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നോട്ട്സ് എഴുതി നമ്മൾ വെക്കുമല്ലോ പഠിക്കുന്നതിൻ്റെ കൂടെ നോട്ട്സ് എഴുതി വെക്കുമ്പോൾ അതിന്റെ താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്തായിരിക്കും പോകുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റിവിഷൻ ചെയ്യാം. അന്നും CM നോക്കാൻ മറക്കരുത്. അത് പിന്നെ കലാകായിക, സാഹിത്യം, സംസ്കാരം. ഈ വ്യാഴാഴ്ച നമുക്കൊന്ന് പിന്നെ
നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ദിവസമാണ്. അപ്പൊ നമുക്ക് ഈ കലാകായിക സാഹിത്യ സംസ്കാരമൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത വിഷയമാണ്. അപ്പൊ അത് 5 മാർക്കിൻ്റെതാണ്. അപ്പൊ ഈ റിവിഷന്റെ കൂടെ അതും ചെയ്യുക. അന്ന് തന്നെ PYQ ചെയ്യുക. നിങ്ങൾ മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കുക. PYQ ചെയ്യാൻ പറ്റാത്തവർ എന്താണ്, ഓരോ സബ്ജക്റ്റിനും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, അത് ചെയ്ത് നോക്കുക. വെള്ളിയാഴ്ച നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജീവശാസ്ത്രം പൊതുജനാരോഗ്യം, അത് 6 മാർക്കിൻ്റെതാണ്. CA നോക്കണം. സുപ്രധാന നിയമങ്ങൾ, അത് 5 മാർക്കിനാണ് വരുന്നത്. മലയാളം 10 മാർക്കിൻ്റെതാണ്. അപ്പൊ അതും പഠിക്കുക. ശനിയാഴ്ച ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കുക. ഫിസിക്സും കെമിസ്ട്രിയും മാത്സ് പഠിക്കുക. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊന്നും പോകേണ്ടി വരത്തില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്സ് ചെയ്ത് പഠിക്കാനായിട്ട് കൂടുതൽ സമയം എടുത്ത് മാത്സ് പഠിക്കുക. ഫിസിക്സ് 3 മാർക്കിൻ്റെത്, കെമിസ്ട്രി 3 മാർക്കിൻ്റെത്, മാത്സ് 10 മാർക്കിൻ്റെയാണ്. ജീവശാസ്ത്രം പൊതുജനാരോഗ്യം പിന്നെ 3 മാർക്കിൻ്റെ വന്നതുകൊണ്ടാണ് ഇവിടെ 6 മാർക്കിൻ്റെത് വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ കറണ്ട് അഫയേഴ്സ് പിന്നെ 20 മാർക്കിൻ്റെതാണ്. നമ്മൾ അതനുസരിച്ച് പഠിക്കുക. ഞായറാഴ്ച എന്താണ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. അപ്പൊ ഇതിൽ നോക്ക്, ഇംഗ്ലീഷ് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഇംഗ്ലീഷ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. ഈ ഞായറാഴ്ച ഒന്നുകൂടെ പഠിക്കുക. മാത്സും അതുപോലെ തന്നെ ഞാൻ ഇത് കൊടുത്താണ് ഇട്ടിരിക്കുന്നത്. മലയാളവും നമ്മൾ എന്താണ് ഈ പിന്നെ 2 പ്രാവശ്യം, ഈ കൂടുതൽ മാർക്ക് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും ഞാൻ രണ്ട് ദിവസം ഞാൻ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് എല്ലാ ദിവസവും പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 10 അങ്ങനെ വരുന്ന എല്ലാം 2 ദിവസം നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒറ്റ ദിവസം പഠിക്കരുത്. കാര്യം ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിൽ നിന്നാണ് ചോദിക്കുന്നത്, അത് നമ്മൾ 2-3 ദിവസമായിട്ട്, ഇപ്പൊ ഞാൻ 2 ദിവസമായിട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 3 ദിവസമായിട്ട് ചെയ്യാം. പിന്നെ എന്താണ്, ഞായറാഴ്ച നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം, നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പഠിക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ നമ്മൾ SCERT പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. SCERT പിന്നെ നമ്മളിപ്പോൾ ചരിത്രവും കേരളവും ഇന്ത്യ ലോകം, അതിൻ്റെ കൂടെ നമ്മൾ SCERT അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. ആദ്യം എന്ന് വെച്ചാൽ SCERT ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട്. നമ്മളിപ്പോൾ കേരള ചരിത്രത്തെ കുറിച്ച് നമുക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് SCERTയിൽ ഉള്ളത്, അത് ഇതിൻ്റെ കൂടെ പഠിച്ചു പോവുക. അപ്പം നമുക്ക് അത്രയും ടഫ് ഉണ്ടാവത്തില്ല. ഇനി വേണമെങ്കിൽ, അത് സമയമില്ലാത്തവരാണെങ്കിൽ ഈ ലാസ്റ്റ് ദിവസം ഞായറാഴ്ച നമുക്ക് SCERT പഠിക്കാം. പിന്നെ എല്ലാ വിഷയങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള പാഠങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ നോക്കി പോകണം. അത് SCERT കേട്ടോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ എല്ലാ വിഷയത്തിനും നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞായറാഴ്ച വരെയുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, കറണ്ട് അഫയേഴ്സ് നമ്മൾ മറക്കരുത്. കറണ്ട് അഫയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ മറക്കാതെ നമ്മൾ ചെയ്ത് പോവുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുന്നത്, നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാട് പെൻഡിങ് വരും. ഓരോ മാസത്തെ എങ്ങനെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ചെയ്യേണ്ടതെന്ന് അത് നോക്കി പോവുക. എന്നാന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ നമ്മൾ എന്താണ്, മാത്സ് ഒക്കെ നമ്മൾ പിന്നെ എന്താണ് ഒരുപാട് ചെയ്ത് തന്നെ പഠിക്കണം. അതുകൊണ്ട് മാത്സിനും മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ കൂടുതൽ PYQs ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ തന്നെ നോക്കി നമ്മൾ ഇപ്പോഴേ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ മനസ്സിലായല്ലോ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ രീതിയിൽ ഈ ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ പഠിക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പോഴേ പഠിത്തം തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോഴേ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം മനസ്സിലായല്ലോ. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ SCERT പ്ലസ് SCERT ഇതും കൂടെ ഒന്ന് നോക്കി പോകാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താ, ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഏതൊക്കെ പാഠമാണ് ഫസ്റ്റ് തന്നെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. മനസ്സിലായല്ലോ. ഇനി അന്ന് സമയമില്ലാത്തവരാണെങ്കിൽ SCERT വേറൊരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലായി. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. തിങ്കളാഴ്ച എന്താണ്, ചരിത്രം, കേരളം, ഇന്ത്യ ലോകം 5 മാർക്കിന്റെ. അപ്പം 3 മാർക്കിന്റെ വന്നിരിക്കുന്ന, നമ്മൾ കുറച്ച് മാർക്കിന്റെ വന്നിരിക്കുന്നതൊക്കെ നമ്മളൊന്ന് ആദ്യം നോക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്. അപ്പൊ അതിൽ തന്നെ എത്ര 60 മാർക്ക് അല്ല 50 മാർക്ക് 50 മാർക്കാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലായല്ലോ, ഇംഗ്ലീഷും മാത്സും മലയാളവും കറണ്ട് അഫയേഴ്സും കൂടെ പഠിച്ചാൽ തന്നെ എത്ര മാർക്ക് നമുക്ക് കിട്ടും. 50ൽ നമുക്ക് എത്ര, ഒരു 40 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി നമ്മൾ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചാൽ തന്നെ നമുക്കൊരു പിന്നെ ഒരു 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ തന്നെ ഒരു ഏകദേശം 80 മാർക്കായി. ഇനി നല്ലതായിട്ട് പഠിക്കുന്നവർക്ക്
ഇതിപ്പോൾ പിന്നെ 50 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ 40 ഞാൻ പറയുന്നിടത്ത് നല്ലതായിട്ട് പഠിക്കുന്നവർക്ക് 50 മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പഠിച്ചു പോവുക. ഇപ്പോഴേ പഠിച്ച് 10th പ്രിലിംസ് കഴിഞ്ഞ ഉടനെ പിന്നെ അടുത്തത് ഇതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അവരവരെങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ പഠിക്കുന്ന രീതി അവരവർക്ക് സമയം എപ്പോഴാണ് പ്രയോജനപ്പെടുന്നത് ആ സമയം അനുസരിച്ച് പഠിക്കുക. ഒരിക്കലും ഇതിപ്പോൾ ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. സമയമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ഓരോ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് സമയമൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ പെൻഡിങ് ആവും. അതേപോലെ തന്നെ കൂടുതൽ മാർക്കിൻ്റെ വരുന്നത്, കുറച്ച് മാർക്കിൻ്റെ വരുന്നത് എല്ലാം അതേപോലത്തെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. റിവിഷൻ 2 ദിവസം നോക്കൂ. ഇത് 2 ദിവസം ഞാൻ റിവിഷൻ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം റിവിഷൻ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ 2 ദിവസം പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. പിന്നെ PYQ ഓർ മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ രണ്ടിലും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് ചെയ്ത് നോക്കാം. ഇംഗ്ലീഷും മാത്സും മലയാളവും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ LDCയുടെ ഇതേപോലത്തെ ഒരു ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.